ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ തൊഴിക്കൽ ചർച്ച് ഓഫ് എ ലേലിയോൺ സഭയുടെ ആഭിമുഖ്യത്തിൽ നമ്മളിന്ന് നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ കുറച്ച് പേർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ നേരെ ചർച്ചിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതും ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ യാത്ര മനോഹരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ തുടർന്ന് ഇന്നത്തെ കാഴ്ചകൾ എന്താണെന്ന് കാണാം. ഗൈസ്, അങ്ങനെ രാവിലെ പള്ളിയിൽ പോയപ്പോൾ നമ്മുടെ ചേട്ടന്മാർ അവിടെ പരിപാടി തുടങ്ങി കേട്ടോ. ഒരു ചേട്ടൻ വിറവെടുത്തോണ്ട് വരുന്നു, ഒരു ചേട്ടൻ അടുപ്പ് കത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ചേച്ചിമാരും നമ്മുടെ ആന്റിമാരും എല്ലാവരും നല്ല നല്ല തിരക്കുകളിലാണ്. അങ്ങനെ ഞങ്ങളുടെ അങ്കിൾമാരും എല്ലാവരും ജോലിയിലാണ് കേട്ടോ. എല്ലാവരും നല്ല സന്തോഷത്തോടെ നല്ല ഒത്തൊരുമയോടെ എല്ലാവരും നല്ല രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഞങ്ങളുടെ അങ്കിൾമാരും ആന്റിമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും സന്തോഷത്തോടെ നല്ല ഒത്തൊരുമയോടെ എല്ലാ ആഹാരങ്ങളും പാചകം ചെയ്ത് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നേരെ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം. നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വളരെ സന്തോഷകരമായ കേട്ടോ. എങ്ങനെ പോയാലും ഒരു നേരത്തെ ആഹാരമെങ്കിലും കുറച്ചു പേർക്ക് കൊടുക്കാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമായിട്ടോ. നമ്മൾ അങ്ങനെ തൊഴിക്കൽ ചർച്ച് ഓഫ് എ ലേലിയോൺ സഭയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എന്തുകൊണ്ടും വളരെ സന്തോഷമായി. ഗൈസ്, അങ്ങനെ ഇന്നത്തെ യാത്ര മനോഹരമായിരുന്നു കേട്ടോ. എന്ന് പറയുമ്പോൾ ഏകദേശം 150 മുകളിൽ ആളുകൾക്ക് ഇന്ന് നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിലുള്ള പാവപ്പെട്ടവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി സാധിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കൊടുത്തത് നെയ്യാറ്റിങ്കര തൊഴിക്കൽ ചർച്ച് ഓഫ് എ ലേലിയോൺ സഭയുടെ ആഭിമുഖ്യത്തിലാണ്. ആ സഭയിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഒത്തൊരുമയോടെ ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളും ഇതേപോലെ പറ്റുന്നവർക്ക് സഹായിക്കുക. അപ്പോൾ നമ്മുടെ ഈ യാത്ര അവസാനിക്കുന്നതല്ല, എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഇതേപോലെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.